ആദ്യമായിട്ട് ഇതിനെല്ലാത്തിനും കാരണഭൂതനായ ജഗദീശ്വരന് എൻ്റെ പ്രണാമം. അതിൽ ഉപരിയായിട്ട് വേറൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിവൈഭവത്തിൽ നിന്ന് ഉൽപ്പത്തിയായിട്ടുള്ള എല്ലാ ജീവചരാചരങ്ങളും എൻ്റെ ഗുരുവായ ദക്ഷിണാമൃതസ്വാമി എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണത്. എല്ലാ ജീവചരാചരങ്ങളെയും നമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നുമില്ല. എൻ്റെ അച്ഛനെ ഞാൻ ഓർത്തു പോവുകയാണ്. മധ്യ തിരുവിതാംകൂറിലേക്ക് ഡ്രാമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെയുള്ള എല്ലാ കലാകാരന്മാരും ശുദ്ധമായി ഡയലോഗ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ വേദനയുടെ ഫലമായിട്ടാണ് തൻ്റെ മകനെ ശുദ്ധമായ അക്ഷരങ്ങൾ പഠിപ്പിക്കണം എന്ന ബോധം ഉളവായതെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതെൻ്റെ മഹാഭാഗ്യം. അതിന് കാരണക്കാരനും മറ്റാരുമല്ല, സർവശക്തനായ ഏകദൈവം. ഏകദൈവം എന്ന് പറയുന്നതിൽ വളരെ അർത്ഥമുണ്ട്. കാരണം ദൈവം രണ്ടുണ്ടാവില്ല. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് വയലാർ സാർ എഴുതിയത് ഒരു വലിയൊരു ആഴമേറിയ ചിന്തയാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് അതൊരു തെറ്റായ പ്രയോഗമല്ല, തെറ്റായ പ്രയോഗത്തിലല്ല, അത് ശരിയായ പ്രയോഗം തന്നെയാണ്. നാം ഏവരും വളരെ ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു അടിത്തറയാണ് അദ്ദേഹം കാണിച്ചത്. എന്തൊരു പാട്ടാണ് അദ്ദേഹം എനിക്ക് നൽകിയത്. ഞാൻ അതിൻ്റെ ഒരു 2 വരി പാടാതിരിക്കുന്നത് ശരിയല്ല. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങൾ എവിടെ? 1000 യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള അവതാരങ്ങളെവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു.
മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. എല്ലാവരോടും എനിക്ക്, ഈ കൂടിയിരിക്കുന്നവരോടും മാത്രമല്ല, ഇത് കാണാൻ ഇടയാകുന്നവർക്ക് പോലും എൻ്റെ ഹൃദയത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പറയുകയാണ്, നമ്മളുടെ ഈ പോക്ക് ശരിയാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാലം വളരെ അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ജാതി വളരെ ആവശ്യമായിരിക്കാം, രാഷ്ട്രീയം വളരെ ആവശ്യമായിരിക്കാം, മറ്റെല്ലാം വളരെ ആവശ്യമായിരിക്കാം. പക്ഷേ മനുഷ്യര് ആവശ്യമുള്ളവരാണ്. അവരെ മറക്കരുത്. അവർ സഹോദരങ്ങളാണ്. നാം ഏവരും സ്വന്തമാണ് എന്നുള്ള ഉറപ്പോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിച്ചാൽ അതായിരിക്കും നമ്മളുടെ ഏക ദൈവമായ പിതാവിൻ്റെ സന്തോഷം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. എല്ലാവരോടും എൻ്റെ ഹൃദയം തുറന്ന നന്ദി രേഖപ്പെടുത്തുന്നു.